ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് സമോസ ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊക്കെ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങില്ലേ, അത് നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു ട്രിക്ക് ഉണ്ട്, അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് നമ്മൾ ഷീറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് ഓരോ ഷീറ്റായിട്ട് നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുമ്പോഴായിരുന്നാലും ഭയങ്കര കനം കുറഞ്ഞിരിക്കും. നമ്മൾ വിചാരിക്കും അത് പൊട്ടി പോകുന്നു, പക്ഷേ അത് പൊട്ടി പോയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ശരിക്കും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലത്തെ ഷീറ്റ് നമുക്ക് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ ഷീറ്റ് വെച്ചിട്ട് ഞാൻ സമോസയും പിന്നെ സ്പ്രിംഗ് റോളും കൂടിയിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതേപോലെ സമോസ അല്ലെങ്കിൽ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾ സമോസയൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ പരത്തിയിട്ടുണ്ടാകുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ നിർത്തി വയ്ക്കും ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മിയാ കിച്ചണിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കുറവ് ആൾക്കാർ കണ്ടേക്കുന്ന വീഡിയോ ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 18,000 അടുത്ത ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് നാട്ടിൽ പൈനാപ്പിളൊക്കെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വിചാരിച്ചത്. അത് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ പാനിലേക്ക് നേരിട്ട് ബാറ്റർ ഒഴിച്ചിട്ടാണ് ആ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓനില്ലാണ്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നമുക്കൊട്ട് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ ഷീറ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ നമ്മൾ ഷീറ്റ് റെഡിയാക്കാനുള്ള മിക്സിങ് റെഡിയാക്കാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിക്കേ, ഇതേപോലെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 250 ml മെഷറിംഗ് കപ്പ് ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എടുക്കുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ 1 ഗ്ലാസ് മൈദപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ മാത്രം ചേർത്തിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക, എന്നാലും നന്നായിട്ട് വരും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഞാനിവിടെ നമ്മൾ ആ പൊടി എടുത്തിരുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ഫസ്റ്റ് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആവശ്യമുണ്ടാവും. പക്ഷേ ഒറ്റയടിക്ക് നിങ്ങൾ ചേർക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ല പതഞ്ഞ് നല്ല ക്രീം പോലെ വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് തണുത്ത വെള്ളമാണ് ചേർത്തത്. അപ്പോൾ വെള്ളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ചേർക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഇതേപോലെ ഇനി ഇരിക്കണം. ബാറ്റർ കുറച്ച് ലൂസായിട്ടിരിക്കണം, ഭയങ്കര തിക്കായിട്ട് ഇരിക്കരുത്. അത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഷീറ്റ് റെഡിയാക്കുക. കാരണം എന്ത് സാധനം മിക്സ് ചെയ്താലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് നല്ലത്. അപ്പോൾ ഈ നമ്മൾ ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വേണ്ടത്. ഈ പാന് നമ്മൾ നേരിട്ട് ഫ്ലെയിമിലേക്ക് വെക്കരുത്, ഈ പാത്രത്തിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ആവി വന്നിട്ട് ഈ പാൻ നല്ല ചൂടാവുമല്ലോ. അപ്പോൾ ഈ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. വെള്ളം ഫസ്റ്റ് തിളക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻ വയ്ക്കാം. പിന്നെ അടുത്തത് മാറ്റി വയ്ക്കട്ടെ, അല്ല മൂടി ഇരുന്നോട്ടെ, പെട്ടെന്ന് തിളക്കിയല്ലോ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത്, ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ബ്രഷ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് മറ്റേ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കേക്ക് ടിന്നുമൊക്കെ ബ്രഷ് ചെയ്യണ മറ്റേ ചെറിയ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ അത് ഭയങ്കര ചെറുതായിരിക്കുമല്ലോ. അതേപോലെ കുറച്ച് നല്ല വലിയ ബ്രഷ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുമ്മ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ബ്രഷ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് ഉണ്ടല്ലോ, കളറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള സ്പോഞ്ച്, അങ്ങനത്തെ സ്പോഞ്ച് വെച്ചിട്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ ഇതേപോലത്തെ ബ്രഷ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ പാനായിരുന്നാലും അങ്ങനെ പതുക്കം തൊട്ട് നോക്കുക, പാനായിരുന്നാലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതുമേക്ക് നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഈ ബാറ്ററിൽ ഇതേപോലെ ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ ഇനി എടുത്തിട്ട് ഈ പാൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പാന് നല്ല ചൂട് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്തോ. ഇതേപോലെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ആവാത്ത സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം.
അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആവിമ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തീ ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കണ്ട. ഇത് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര നൈസായിട്ട് ഭയങ്കര കനം കുറഞ്ഞ ഷീറ്റായിട്ട് കിട്ടും. കുറേ നേരം ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടത്. ഇവിടെ സൈഡിൽ നിന്ന് നോക്കിയതാ വിട്ട് പോന്ന് തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ വിട്ട് പോന്ന് തുടങ്ങുമ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുക്കണം. കണ്ടതാ ഷീറ്റ് കണ്ട, ഭയങ്കര കനം കുറഞ്ഞ ഷീറ്റല്ലേ. ഇതേപോലെ അങ്ങനെ എടുക്കാം. പെട്ടെന്ന് നമുക്ക് ഷീറ്റ് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഷീറ്റ് നോക്കിക്കേ, നല്ല കനം കുറഞ്ഞ നല്ല അടിപൊളി ഷീറ്റ്. ഇനി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് പിന്നെ ക്യാമറമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഓക്കെ, ഇത് നമ്മുടെ ഷീറ്റ് ഇങ്ങനെ വെക്കാം. ഈ ചൂടിൻ്റെ അടുത്ത് നീക്കി വെച്ചോട്ടോ, ചൂടിൻ്റെ അടുത്ത് മുട്ടിച്ച് വെക്കണ്ട. ഇങ്ങനെ ഷീറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കണം. എന്നാലും ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. ജസ്റ്റ് ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. ഇത് തുറന്ന് വെക്കണ്ട കേട്ടോ, എന്തെങ്കിലും വെച്ചിട്ട് മൂടി വയ്ക്കാം എപ്പോഴും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആവും. ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മൂടിയിരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷീറ്റും റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്ന തുടങ്ങുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. കാരണം കുറേ നേരം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റ് ചിലപ്പോൾ ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ള ഷീറ്റും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അത് ഓരോ പ്രാവശ്യം നമ്മളിത് ബ്രഷ് ചെയ്യുമ്പോഴും ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇപ്പം നോക്കിയാൽ ഇപ്പം ഞാനിത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേവിടെ സെൻറ്ററിൽ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഗ്യാപ്പ് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ഇതേപോലെ ഒന്ന് പൂശി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം ബാറ്ററി എടുക്കുമ്പോഴും നോക്കിക്കേ, ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതെവിടെ സൈഡിലൊന്നും തൂത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിക്കേ, നമ്മുടെ ഷീറ്റെല്ലാനും റെഡി ആയിട്ടുണ്ട്. കണ്ട ഷീറ്റ് ഇരിക്കുന്നുണ്ട്, ഭയങ്കര കനം കുറഞ്ഞിട്ട് ഭയങ്കര നൈസായിട്ടാണ് ഇരിക്കുന്നത്. ഇതുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഓയിലൊന്നും തൂത്തിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ഷീറ്റിന് ഭയങ്കര ഗ്ലേസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുഭയങ്കര നന്നായിട്ട് ഓയിൽ ഇരിക്കണ പോലെ തോന്നും. എല്ലാ ഷീറ്റുമേ നമ്മൾ ഓയിൽ തൂത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കണ്ട ഓരോന്നും പിടിക്കുകയും ചെയ്യില്ല. അങ്ങനെ സൂക്ഷിച്ചെടുത്താൽ മതി, അങ്ങനെ പിടിക്കില്ല. ഇതിങ്ങനെ പിടിക്കുമ്പോഴായിരുന്നാലും കണ്ടതാ ഇതേപോലെ ഇങ്ങനെ വിട്ടു പോകുന്നുള്ളൂ, അങ്ങനെ ഒട്ടി പിടിച്ചിട്ടേ ഇരിക്കില്ല. അപ്പോൾ ഈ നമ്മുടെ സമോസയും സ്പ്രിംഗ് റോളും റെഡിയാക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ അതേപോലത്തെ മസാല ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ സമോസയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ റെസിപ്പി എടുക്കുക. ഇതും നല്ല ടേസ്റ്റ് ഉള്ളതാണ്, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ളത്. ഇത്രയും ഓയിൽ വേണ്ട, വർത്താനം പറയുന്നപ്പോൾ ഓയിൽ കൂടിപ്പോയി. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. കടുകായിരുന്നാലും ഒരു ഏകദേശം അളവിൽ ചേർക്കാൻ, ഇപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും പിന്നെ സവോളയും പച്ചമുളകും, ഇത് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, അതുകൊണ്ട് ഇത്രയ്ക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഷീറ്റ് വെച്ചിട്ട് സ്പ്രിംഗ് റോളും സമോസയും ഉണ്ടാക്കണ്ടേ ഇനി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഷീറ്റ് എടുക്കുമ്പോൾ 2 ഷീറ്റ് ഉണ്ടാവും കേട്ടോ, അത് നോക്കണം. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഷീറ്റല്ലേ ഉള്ളൂ, പക്ഷേ ഇത് 2 ഷീറ്റ് ഉണ്ട് കണ്ടേ. ഈ ഷീറ്റിനെ നമുക്ക് ഒരു 2ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. പിന്നെ സമോസയ്ക്ക് നല്ലൊരു ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇതൊരു റൗണ്ട് ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് 4 സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക.
കട്ട് ചെയ്ത് വെച്ചേക്കണ സമോസയുടെ ഷീറ്റിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഓരോ ഷീറ്റായിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്ക് മസാല വയ്ക്കാം. മസാല വയ്ക്കുമ്പോൾ അതൊക്കെ അതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വയ്ക്കാം. ഇവിടെ കുറച്ച് ഇങ്ങനെ അടിയിലായിട്ട് വെക്കണം. ഇത് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നീക്കിയിട്ട് കുറച്ചിങ്ങനെ അടിയിലാക്കിയിട്ട് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഇടത്തെ കൈയുടെ ഇവിടെ നിന്ന് നമ്മൾ വലത്തെ കൈയുടെ അടിയിലേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഇറക്കി വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാം നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല കോണിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇപ്പോൾ നോക്കി ഇവിടെ ഒരു കോണിൻ്റെ ഷേപ്പ് വന്നിട്ട് ഇത് വരണം കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അടിയിൽ കുറച്ച് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ അങ്ങോട്ട് ഒട്ടിയിരുന്നോളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഈ വലത്തെ കൈയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ കോണിൻ്റെ ഷേപ്പ് ഇവിടെ ഈ കോണിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇത് പോവാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കി ഇവിടേക്ക് കുറച്ച് മസാല കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം കുറച്ച് കണ്ടൊന്ന് നീട്ടി വെച്ചോ മസാല. അപ്പോൾ 1-2 ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് നല്ല പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക. ഈ മസാല ഇവിടം വരെ ഇരിക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ കോണിന് ഒരു പിടുത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഷീറ്റിന് ഭയങ്കര കനം കുറവാണല്ലോ. അപ്പോൾ ഇവിടെ ഒട്ടിച്ച് നമ്മുടെ ഇവിടെ കോൺ പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വലത്തെ സൈഡിൽ നിന്ന് മുകളിലേക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കോണിൻ്റെ ഷേപ്പ് പോകാണ്ട് നോക്കാം. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ കോണിൻ്റെ ഷേപ്പ് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അങ്ങനെ ഇത് പൊട്ടിയൊന്നും പോവില്ല. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തുമായി. ഇനി എന്ത് ചെയ്യണം, ഈ നമ്മുടെ പേസ്റ്റ് ഇവിടെ നിന്ന് തേച്ച് കൊടുക്കുക. അത് നമ്മൾ എടുക്കുന്ന ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തു. ഇങ്ങനെ ഫോൾഡ് ചെയ്തു, ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ചിലപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് അടിയിലേക്ക് കവർ ചെയ്ത് പോകേണ്ടി വരും. ഇതിപ്പോൾ കറക്റ്റായിരുന്നു. ഇപ്പം നോക്കിക്കേ. ഇനി അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഷീറ്റ് വെച്ചിട്ട് സ്പ്രിംഗ് റോള് റെഡിയാക്കാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. ഇതേപോലെ ഇങ്ങനെ ഷീറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മസാല നോക്കിക്കുക ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എല്ലാത്തുമേ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഇത് മസാല നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കുമ്പോൾ പിന്നെ ഓരോന്നുണ്ടാക്കുമ്പോഴും നമ്മൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ എന്ത് ചെയ്യണം, ഇതേപോലെ കുറച്ച് ഇറക്കിയിട്ട് അങ്ങനെ ഒന്ന് വയ്ക്കാം. ഇതെങ്ങനെ വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മടക്കുക, ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ ഇത്രയ്ക്ക് വീതികൾ വേണമല്ലോ നമുക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മസാല അതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇനി ഇതിങ്ങനെ ഫോൾഡ് ചെയ്യും. ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊണ്ടുപോകുക. ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈദയുടെ പേസ്റ്റ് അങ്ങനെ വയ്ക്കും. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. സമോസയൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. പക്ഷേ അതുണ്ടാക്കാനും കുഴപ്പമില്ല. കട്ട് ചെയ്ത് നേരത്തെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. പക്ഷേ സ്പ്രിംഗ് റോള് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മുടെ സമോസയും സ്പ്രിംഗ് റോളും റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ഇതിപ്പം മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിൽ ചെയ്യുന്നിട്ട് അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സമോസയും സ്പ്രിംഗ് റോളും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മുരിച്ചെല്ലാണ് തിരിക്കുക. വേണ്ട ഇവിടെ കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇരിക്കും. കണ്ട നല്ല ടേസ്റ്റാണ് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി ഒരു സമയത്തും കടയിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കില്ല. അതേപോലെ തന്നെ സ്പ്രിംഗ് റോളായിരുന്നാലും. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതേപോലെ ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെച്ചില്ലേ അതേപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം വരേക്ക് കേടുവരാണ്ടിരിക്കും. ഇനിയിപ്പോൾ കറണ്ട് പോകാത്ത ഫ്രിഡ്ജൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കും. പക്ഷേ ഷീറ്റായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അത് എനിക്ക് തോന്നുന്നു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ഡബ്ബയിലാക്കിയിട്ട് അടച്ച് വയ്ക്കേണ്ടി വരും. ഞാനങ്ങനെ ഷീറ്റായിട്ട് ഞാനങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല.